ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റ് അതബോടുകൂടി നിന്നു. ദൂരെ കൂടെ ഒരു മനുഷ്യൻ പോകുകയാണ്. അമുസ്ലിമായ ഒരു സഹോദരനാണ് പോകുന്നത്. അദ്ദേഹം പോയി മറഞ്ഞതിന് ശേഷം വളരെ ഭവ്യതയോടുകൂടി ഇരുന്നു. ശിഷ്യന്മാർ ചോദിച്ചു, എന്തേ ഉസ്താദേ, കുറേ നേരം തങ്ങൾ നിൽക്കുകയായിരുന്നല്ലോ, എന്ത് പറ്റി? പറഞ്ഞു, ആ ദൂരെ കൂടെ പോയ മനുഷ്യൻ പണ്ടെനിക്ക് നായയുടെ പ്രായപൂർത്തി എത്തുന്ന സമയം എനിക്ക് പഠിപ്പിച്ചു തന്ന വ്യക്തിയാണ്. നായ കാല് പൊക്കിയിട്ട് മൂത്രമൊഴിക്കും, സ്വന്തമായിട്ട് ഇങ്ങനെ കാല് പൊക്കി മൂത്രമൊഴിക്കും, അപ്പോഴാണ് പ്രായപൂർത്തി എത്തുന്നത് എന്നെനിക്ക് അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തെങ്ങേ കയറുന്നതോ മാവിനെ കയറുന്നതൊക്കെ ഒരു സാധാ സീതാ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം പഠിപ്പിച്ച ആ ഒരു അറിവ്, ഒറ്റ അറിവേ എനിക്ക് പഠിപ്പിച്ചിട്ടുള്ളൂ. ആ ഒരു അറിവിന്റെ പേരിലാണ് ഞാൻ അദ്ദേഹത്തെ അമുസ്ലിമായ വ്യക്തിയെ പോലും ഞാൻ ആദരിച്ച് നിലകൊള്ളുന്നത് എന്ന് നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു. നോക്കണം, നമ്മൾ അറിവുള്ളവരെ ആദരിക്കണം. ഏത് മതത്തിൽപ്പെട്ടവനായിരുന്നാലും മനസ്സിലാക്കണം. നമ്മുടെ ഗുരുനാഥന്മാര് അതങ്ങനെ ആദരിച്ചു പോരുന്നവരുമാണ് നമ്മൾ. ആ ആദരവ് വകവെച്ച് കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന പ്രത്യേക ശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ അറിവ് വലിയ മഹത്വമുള്ളതാകുന്ന കാര്യമാണ്. അത് നേടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ അശ്രാന്ത പരിശ്രമം നമ്മൾ നടത്തണം. നൂഹ് നബി അലൈഹിസ്സലാം, ആദം നബിക്ക് ശേഷം വന്നിട്ടുള്ളതാകുന്ന ശരീഅത്ത് കൊണ്ട്, മതനിയമം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി കൽപ്പിക്കപ്പെട്ട വ്യക്തിയാണല്ലോ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, നല്ല വിവരം അല്ലാഹു കൊടുത്തു. എന്തിനെ പറ്റി? കപ്പൽ നിർമ്മാണം, ആശാരിപ്പണി. ആശാരിപ്പണി മോശമല്ല, നല്ല പണിയാണ്. മുസ്ലിമീങ്ങളൊക്കെ അത് ചെയ്യണം, നല്ല പണിയാണത്. വിശുദ്ധ ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നോട്ടത്തിൽ നീ കപ്പല് പണിയണേ നൂഹേ എന്ന് വിശുദ്ധമായ ഖുർആനിൽ കാണാം. കപ്പൽ നിർമ്മാണം, ആശാരിപ്പണി ആര് പഠിപ്പിച്ചു കൊടുത്തു? അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. ആർക്ക്? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പണിയാണത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ മുസ്ലിമീങ്ങളുണ്ടെങ്കിൽ വലിയ ഉന്നതമായ പ്രതിഫലമാണ്. അവരാരുടെ അനന്തരാവകാശികളാണ്? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പണിയാണ് അവർ ഏറ്റെടുത്തത്. വ്യവസായം, ബിസിനസ് വലിയ കൂലിയുള്ള കാര്യമാണ്, വലിയ കൂലിയുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ അറിവാണ് വ്യവസായം, ബിസിനസ് നടത്തുക. അപ്പൊ ഈ സദസ്സിൽ ഇഷ്ടം പോലെ ബിസിനസ്സുകാരുണ്ടാവും. കാഞ്ഞങ്ങാട് നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലേ, നമ്മുടെ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരാണ്. ഒരു വീട്ടിലെങ്കിലും ഗൾഫുകാരൻ, പ്രവാസിയായ ഒരു വ്യക്തി ഇല്ലാതില്ല. എല്ലാവരും ഒന്നില്ലെങ്കിൽ ഗൾഫിൽ, അവിടെ അജ്മാനിൽ, യുഎഇയിൽ, ഖത്തറിൽ, ബഹ്റൈനിൽ, ഒമാനിൽ എവിടെയെങ്കിലൊക്കെ ഒരു ചെറിയ പീടികയിട്ട് ബിസിനസ് നടത്തുന്നവരായി. ഇല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിൽ ഷെയർ ഉണ്ടാകും അല്ലേ ബിസിനസ്സുകാർ. ആരുടെ പിന്തലമുറക്കാരാണ്? ബഹുമാനപ്പെട്ടതാകുന്ന പരിശുദ്ധ പ്രവാചകനാകുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ തലമുറക്കാരാണ്. വ്യവസായം, പക്ഷെ അത് വേണ്ട രീതിക്ക് നടത്തണം. അത് നല്ലതുപോലെ പഠിച്ചുകൊണ്ട് നടത്തിയാൽ ബിസിനസ് ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് എത്തും. ഇല്ലെങ്കിൽ അതുകൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. قال رسول الله صلى الله عليه وسلم التاجر الصدوق الأمين مع النبيين والصديقين والشهداء والصالحين. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരനുണ്ടോ? രണ്ട് ക്വാളിറ്റിയാണ് കച്ചവടക്കാർക്കുണ്ടാവേണ്ടത്. ഒന്നവൻ സത്യസന്ധനായിരിക്കണം, അസ്സാദിഖു സത്യസന്ധനാവണം, വൽ അമീൻ വിശ്വസ്തനുമായിരിക്കണേ. വിശ്വസ്തനായ സത്യസന്ധനായ കച്ചവടക്കാരനായ വ്യക്തിക്ക് അല്ലാഹു നൽകുന്ന സമുന്നതമായ കൂലി
സർവ അമ്പിയാക്കളോടൊപ്പമാണ് നാളെ അവൻ ഒരുമിച്ച് കൂട്ടുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. തീർന്നില്ല. വസിദ്ദീഖീൻ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളടക്കമുള്ളതാകുന്ന സത്യവാന്മാരോടൊപ്പമാണ് നാളെ അവന്റെ സ്ഥാനമുള്ളത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വശുഹദാഇ വസ്സാലിഹീൻ, ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുക്കളുടെ വെട്ടേറ്റുകൊണ്ട് ഷഹീദാകുന്നതായ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സമുന്നതരാകുന്ന ശോതാക്കളെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും നാളെ ഒരുമിച്ച് കൂട്ടുമേ മഹ്ശറയിലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വസ്സാലിഹീൻ, സർവ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാർ, സമുന്നതരായ സജ്ജനങ്ങൾ അവരോടൊപ്പമാണ് അവന്റെ സ്ഥാനമെന്നും നബിയുനാ റസൂലുള്ളാഹി. പാറപ്പള്ളിയിൽ അന്തിവിശ്രമം ചെയ്യുന്ന മഹാനുഭാവനോടൊപ്പം നാളെ നിനക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമേ. നീ സത്യസന്ധനായി വിശ്വസ്തനായി കച്ചവടം നടത്തിയാലെങ്കിലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. രണ്ട് കാര്യവും വേണം, സത്യസന്ധത, വിശ്വസ്തത. എങ്ങനെയെങ്കിലും തോന്നുന്നത് പോലെ 5 ദിവസം മുമ്പുള്ള മയോണൈസ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് മയ്യത്താക്കുന്ന പരിപാടിയാണെങ്കിൽ വണ്ടിയും പള്ളിയായിരിക്കും. അല്ലാഹു ആക്കട്ടെ. മനസ്സിലായല്ലോ, കാര്യം മനസ്സിലായി. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അപ്പൊ ആരോഗ്യ വകുപ്പിന്റെ അഹ്ലുകാരിങ്ങനെ കയറാൻ തുടങ്ങിയപ്പോഴാണ് എല്ലാവരും അന്നന്ന് മയോണൈസ് ഒക്കെ റെഡിയാക്കി സെറ്റാക്കാൻ തുടങ്ങി. അവരെപ്പോഴും വരട്ടെ എന്നാണ് നമ്മുടെ ദുആ. എന്നാലും നമുക്ക് മരിക്കാതിരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ സമൂഹം, നേരത്തെ ഇവിടെ ഉദ്ഘാടന ഭാഷകം സൂചിപ്പിച്ചതുപോലെ, ഫാസ്റ്റ് ഫുഡിന്റെ അഹ്ലുകാരാണ് നമ്മുടെ സമുദായം. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഒരു ഷവർമ, ഒരു കിഴി പൊറോട്ട, അല്ലെങ്കിൽ ഒരു കുഴിമന്തി, എന്തെങ്കിലും വേണം, ഇല്ല കിഴി പൊറോട്ട അല്ലെങ്കിൽ കുഴിമന്തി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഫുഡ് അല്ലേ. എല്ലാ ദിവസവും അതെന്തെങ്കിലും ഒന്ന് കഴിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ശരീരം ഒന്നായിട്ട് ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡിൽ ദിനേന ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുക. ആരോഗ്യപരമായി വളരെ ശ്രദ്ധിക്കണം നമ്മൾ. കച്ചവടക്കാര് നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ആരോഗ്യ വകുപ്പിൻ്റെതാകുന്ന ചെക്കിംഗ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ല നിന്റെ ശ്രദ്ധയുണ്ടാവേണ്ടത്, അല്ലാത്തപ്പോഴും നീ നല്ലതുപോലെ ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. ശ്രദ്ധിച്ചാൽ നിനക്ക് വലിയ നേട്ടം. അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യിന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സത്യസന്ധത വെച്ചുകൊണ്ട് വ്യവസായത്തിൽ, ബിസിനസ്സിൽ പരിപൂർണമായി വിശ്വസ്തത പുലർത്തിക്കൊണ്ടാണ് നീ ബിസിനസ് നടത്തുന്നത് എങ്കിൽ അമ്പിയാക്കളോടൊപ്പം, ഔലിയാക്കളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പമാണ് നിന്റെ സ്ഥാനമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ഉന്നതമായ സ്ഥാനമാണ് അല്ലാഹു നൽകുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇല്ലെങ്കിൽ നേരെ തിരിച്ചാവും. ബിസിനസ് നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരാൾ 495 രൂപയ്ക്ക് ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അയാൾ 500 രൂപയ്ക്ക് കടയിൽ കൊണ്ടുപോയി ബാലൻസ് പൈസ കൊടുത്തു. ബാലൻസ് അയാൾക്ക് 5 രൂപ കൊടുക്കണം കടക്കാരൻ. അപ്പോൾ ഹോട്ടലിന്റെ മുതലാളി എന്ത് ചെയ്യുന്നു? ഒരു ഭരണിക്കകത്ത് നിറച്ച്, ഇപ്പോഴുള്ള ഉടായിപ്പാണ്, 5ന്റെ മഞ്ച് അവിടെ വെച്ചിരിക്കുക. ഷുഗർ 500-ലെത്തിയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്ന പാവം പിടിച്ചവനാണ്. എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ച് ഡോക്ടർ പറഞ്ഞ് ഇന്ന് മുതൽ ഇനി മരുന്ന് കഴിച്ചാൽ പോരാ, അല്പം കൂടുതലാണ്, ഷുഗർ 400 അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇൻസുലിൻ എടുക്കണം. ഹ്യൂമൻ മിസ്റ്റാർഡ് എഴുതി കൊടുത്തു. ഇത് പോയി ഇന്ന് മുതൽ രാവിലെ 30, വൈകിട്ട് 20 വെച്ച് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എടുക്കണം. ഇൻസുലിൻ എടുക്കണം, എങ്കിലേ ഉള്ളൂ നേരെ ചൊവ്വ ഇനി എഴുന്നേറ്റ് നിൽക്കുള്ളൂ. ശരി ഡോക്ടറെ, ഇതെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് വെളിയിലിറങ്ങിയപ്പോൾ രാവിലെ പോകുന്നതാണ്. അന്നാ കയറി കടയിൽ കയറി വല്ലതും കഴിച്ചേക്കാം, കുടുംബമുണ്ട്, എല്ലാവരും ഒന്നിച്ച് ആഹാരം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ മൂപ്പർക്ക് കൊടുക്കണം 5 രൂപയുടെ മഞ്ചി. ഇയാൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് തന്നെ മയ്യത്ത് നിസ്കരിക്കാം. ഇയാൾക്കെന്തിനാ ഈ മഞ്ച്? ഷുഗർ പിടിച്ച് ചാകാറ് നിൽക്കുന്ന ഈ മനുഷ്യൻ എന്തിനാ മഞ്ച് കൊടുക്കുന്നത്? ഇനി ഷുഗർ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത് അയാൾക്കത് ഇഷ്ടമില്ല, അയാൾ താല്പര്യത്തോടു കൂടി അല്ല എങ്കിൽ, മനസ്സിലൊരു ചെറിയ നീരസത്തോടു കൂടിയാണ് അത് വാങ്ങി വെക്കുന്നത് എങ്കിൽ, നീ 5 രൂപയ്ക്ക് കിട്ടുന്ന ഹലാലിൻ്റെ ഒരു പൈസ ഉണ്ടല്ലോ, ഒന്നുമില്ല, അതിനകത്തൊന്നും ഒരു ലാഭമില്ല, ഒരു 50 പൈസ പോലെ തികച്ച് ഉണ്ടാവൂല. കാരണം ബാക്കിയൊക്കെ ആ മുതലാളിക്ക് അതിൻ്റെ കമ്പനിക്കാർക്ക് കൊടുക്കണം. പക്ഷെ നീ കൊണ്ടുപോകുന്ന ആ ഒരു തുക ഉണ്ടല്ലോ, അത് നിനക്ക് ഗുണം പിടിക്കത്തില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
അതാണ് ഞാൻ പറഞ്ഞത്, ബിസിനസ്സിൽ അത്രത്തോളം ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ കച്ചവടക്കാരൊക്കെ മിക്കവരും അങ്ങനത്തെ അഹലുകാരാണ്. ചെമ്പരും 5 രൂപ 10 രൂപ 2 മിഠായി ഹലാസ്. ചില്ലറ എടുത്തു വെക്കണം. ഇങ്ങോട്ട് കിട്ടാനുള്ളതാണെങ്കിൽ നീ ചില്ലറ റാഹത്തായിട്ട് വാങ്ങുമല്ലോ. ചില്ലറതാന്ന് ചോദിക്കും. അങ്ങോട്ട് കൊടുക്കാനുള്ളതിന് മാത്രം മിഠായി. എന്നാൽ 495 രൂപ വേണം. അനക്ക് കൊണ്ടുവന്നിട്ട് 495 രൂപയ്ക്ക് 5 രൂപയ്ക്ക് മുതലാക്കുന്ന ഒരു 19 മുട്ടായി മഞ്ച് നിനക്ക് കൊണ്ടു തന്ന എങ്ങനെ ഉണ്ടാവും? അല്ല, അങ്ങോട്ടും കൂടെ ചിന്തിക്കാമല്ലോ. ഒരു 55 മുട്ടായി മഞ്ച് അങ്ങോട്ട് കൊണ്ടുത്തരികയാണ്, ഒരു ഭരണി നിറച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിനക്ക് ഇഷ്ടപ്പെടുകയില്ല, അത് പറഞ്ഞാൽ മതി. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നീ ആ കാണിക്കുന്നത് നീചമായ പ്രവർത്തനമാണെന്ന് നിന്റെ മനസ്സ് തന്നെ പറയുന്നത്. ഇഷ്ടപ്പെടുവോ ഇല്ലയോ നിങ്ങൾ പറയും. അങ്ങോട്ടൊരു 19 മഞ്ച് അങ്ങോട്ട് കൊടുത്ത് ഇഷ്ടപ്പെടുവോ? ഇല്ല. പൈസയ്ക്ക് പകരം ഞാൻ മഞ്ചിന്റെ ബിസിനസ്സായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങക്ക് ഇരിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് ബിസിനസ്സിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, സമൂഹത്തിൽ ഓരോ അധർമ്മം ഉണ്ടാകുന്നത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ആ വിഷയത്തിൽ പഠിക്കേണ്ടതാകുന്ന വ്യക്തിത്വമാണ് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. നമ്മൾ ശരിക്കും പഠിക്കേണ്ട വ്യക്തിയാണ് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം. വ്യവസായം പഠിക്കുമ്പോൾ അദ്ദേഹത്തെ നല്ലതുപോലെ പഠിക്കണം. ഓരോരുത്തരും അങ്ങനെ തന്നെ പഠിക്കണം. സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം ചികിത്സകനായിരുന്നു. രോഗങ്ങൾ പരിപൂർണമായി ശിഫപ്പെടുത്തിയിരുന്നു. നല്ലതുപോലെ അറിവുണ്ട് എങ്ങനെ ശിഫപ്പെടുത്തണമെന്നോ. അല്ലാതെ മുറിവൈദ്യനല്ല. അല്പസ്വല്പം അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കേട്ടറിവ് അല്ലെങ്കിൽ പുസ്തകത്തിൽ വായിച്ചറിവുള്ള ജനങ്ങളെ കൊല്ലുന്ന വൈദ്യനല്ല. നല്ലതുപോലെ പഠിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ ചികിത്സ നടത്തിയിരുന്നു. അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ചികിത്സകനായിരുന്നു. ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. വഉബരിഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നില്ലാഹ് വഉഹിയൽ മൗതാ ബിഇദ്നില്ലാഹ്. അല്ലാഹു കൊടുത്ത കഴിവോടുകൂടി കുഷ്ഠരോഗവും പാണ്ഡുരോഗവുമുള്ള സോറിയാസിസ് പോലെയുള്ള മാരകമാകുന്ന രോഗത്തിനടിമപ്പെട്ടവർക്ക് പരിപൂർണമായി ശിഫ കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം എന്ന് വിശുദ്ധമായ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകും. അപ്പോൾ ഓരോ പ്രവാചകന്മാർക്കും അതത് കാലഘട്ടത്തിൽ ഏതെല്ലാം ആവശ്യമായിട്ടുണ്ടോ അതെല്ലാം അള്ളാഹു നൽകും. ഈസാ നബിയുടെ കാലഘട്ടത്തിൽ 1,00,000-ൽ പരം ആളുകൾക്ക് മാരകമാകുന്ന അസുഖം ബാധിച്ചു, വൈറസ് ബാധിച്ചു. ശരീരം മുഴുവനും കുഷ്ഠരോഗമാണ്, ചിലർക്ക് പാണ്ടാണ്. അവരെല്ലാവരെയും വിളിച്ച് അവർക്കൊക്കെ ഒന്ന് ശരീരമൊന്ന് തടവി കൊടുക്കേണ്ട താമസം, ചിലർക്ക് കൈ ഉയർത്തേണ്ട താമസം, ദുആ ചെയ്തു കൊടുക്കേണ്ട താമസം. രോഗം പരിപൂർണമായി ശിഫയാകുകയാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഒരു കഴിവ്. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും എന്താണോ അറിവ് അവർക്ക് വേണ്ടത് അത് പ്രവാചകർ മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്, ഖുയ്യറ ലിസുലൈമാനു ബൈനൽ മാലി വൽ മുൽക്കി വൽ ഇൽമി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഖുയ്യറ ലിസുലൈമാനു ബൈനൽ മാലി വൽ മുൽക്കി വൽ ഇൽമി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സമ്പന്നത വേണോ? സുലൈമാനെ, നിന്നെ ഈ നാട് കണ്ട ഏറ്റവും വലിയ പണക്കാരനാക്കണോ? സുലൈമാനെ, നിന്നെ ഞാൻ ആക്കാമെന്ന് അവകാശപ്പെടുകയാണ്. തീർന്നില്ല. വൽ ഇൽമി, നിനക്ക് ഈ ലോകം മുഴുവനും അറിയപ്പെടുന്ന വലിയ പണ്ഡിതനാണോ? നിനക്ക് ഞാൻ അറിവ് നൽകാം സുലൈമാനെ. മൂന്നാമതായി അല്ലാഹു പറയുകയാണ്, വൽ മുൽക്കാ, നിനക്ക് ഞാൻ രാജാതിരാജനെ പോലെ നിനക്ക് വാഴാനുള്ള അവസരം നൽകാം. ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള സൗകര്യം ഞാൻ നൽകാം. ഏതാണ് നിനക്ക് വേണ്ടത് സുലൈമാനെ? ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു അവസരം നൽകുകയാണ്. സമ്പത്ത് വേണോ? നൽകാം. അധികാരം വേണോ? നൽകാം. നിങ്ങൾക്ക് നല്ല അറിവ് വേണോ? നൽകാം. ഫഖതാറ സുലൈമാനു അൽ ഇൽമാ. സുലൈമാൻ നബി അലൈഹിസ്സലാം അറിവിനെ തെരഞ്ഞെടുത്തുവെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഫൗതിയ ലിസുലൈമാൻ
ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് തിരഞ്ഞെടുത്ത സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അറിവിനോടൊപ്പം അല്ലാഹു കൊടുക്കുകയാണ് അൽ മുൽക വൽ മാല, ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരവും അല്ലാഹു നൽകുകയാണ്. കൂടെ അദ്ദേഹത്തിന് അല്ലാഹു സമ്പന്നതയും നൽകുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ധനികനായി മാറുകയാണ് സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. അല്ലാഹു മൂന്നിൽ ഏത് വേണമെന്ന് ചോദിച്ചു. അദ്ദേഹം തിരഞ്ഞെടുത്തത് അറിവാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് തിരഞ്ഞെടുത്ത വ്യക്തിക്ക് ബാക്കി രണ്ടും കൊടുത്തു. അധികാരവും കൊടുത്തു, ബഹുമാനപ്പെട്ടവർക്ക് സമ്പത്തും കൊടുത്തു. ലോകം മുഴുവനും അടക്കി ഭരിച്ചിട്ടുള്ള ചക്രവർത്തിമാരിൽ പ്രമുഖനായിരുന്നു ആര്? സയ്യിദുനാ സുലൈമാൻ. സുലൈമാൻ നബി അലൈഹിസ്സലാം സമുന്നത വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് കൊടുത്തു. പക്ഷികളുടെ സംസാരം അദ്ദേഹത്തിന് തിരിയുമായിരുന്നു. ജീവജാലങ്ങളുടെ സംസാരം അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു. എന്തിനേറെ ഉറുമ്പിന്റെ സംസാരം പോലും തിരിച്ചറിയുമായിരുന്നു സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. എല്ലാ വിഷയങ്ങളെ കുറിച്ചുമുള്ള അഗാധമാകുന്ന അറിവ് ജിന്ന സമൂഹത്തെ വഴിപ്പെടുത്തി കൊടുത്തു. അവരുടെ സംസാര ഭാഷ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അവരോട് തിരിച്ച് സംസാരിക്കാനുള്ള ശൈലിയും അദ്ദേഹത്തിന് അറിയുമായിരുന്നു. എല്ലാം അല്ലാഹു വശപ്പെടുത്തി കൊടുത്തു. നോക്കണം നിങ്ങൾ, എന്തുകൊണ്ട് അറിവിനെ തിരഞ്ഞെടുത്തപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ കൊടുത്തു. അതാണ് അറിവ് നേടിയാൽ ബാക്കിയുള്ളതൊക്കെ ഇങ്ങ് വന്നോളൂ. അറിവിനെ പ്രാമുഖ്യം കാണിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, എങ്കിലേ രക്ഷപ്പെടുള്ളൂ. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അമാനുഷികമായ ഗ്രന്ഥമാണല്ലോ വിശുദ്ധമായ ഖുർആൻ, അല്ലേ? പ്രവാചകർക്ക് നൽകപ്പെട്ടതാണ്. ആ ഖുർആനിലെ ആദ്യ ആയത്ത് ഏതാണ് ആദ്യത്തെ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. പരിശുദ്ധമായ ഖുർആനിൽ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പരിശുദ്ധ പ്രവാചകർക്ക് ഇറക്കിയ വചനങ്ങളാണല്ലോ ഇത്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയോട് പറയുന്നത്, ഈ സമൂഹത്തോട് ഉദ്ഘോഷിക്കുന്നത്, ഈ സമുദായത്തോട് പറയുന്നത്, ഇഖ്റ, നീ വായിക്കണേ, പഠിക്കണേ, നീ ഉൾക്കൊള്ളണേ. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളെ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ നീ വായിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അറിവ് നേടാനാണ് ആദ്യമായി മുത്തുനബിയോടും പറയുന്നത്. മുഹമ്മദ് നബിക്ക് നൽകപ്പെട്ട ഗ്രന്ഥം ആർക്കൂടിയുള്ളതാണ്? നമുക്കൂടിയുള്ളതല്ലേ? മുത്തുനബി ആരുടെ ഉമ്മത്തിൽ? നമ്മുടെ ഉമ്മത്താണ്. ആ പ്രവാചകന്റെ ഉമ്മത്താണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഖുർആനിലെ ആദ്യത്തെ കൽപ്പന ഇഖ്റ, നീ വായിക്കൻ, പഠിക്കൻ. പക്ഷെ വായിക്കുന്നതും പഠിക്കുന്നതും ശ്രദ്ധിക്കണം. ഏത് ഗ്രന്ഥമായിരിക്കണം? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചതാകുന്ന റബ്ബിന്റെ നാമത്തിൽ വായിക്കാൻ പറ്റുന്നത് വായിക്കണം എന്ന് പറഞ്ഞാൽ ബിസ്മി ചൊല്ലിയിട്ട് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളെ വായിക്കാവുള്ളൂ എന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഞാന, മുത്തുച്ചിപ്പി, മുത്ത് തുടങ്ങിയിട്ടുള്ള എല്ലാ പൈങ്കിളി പുസ്തകങ്ങളും വായിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായി. ആജിയാർക്ക് വിഷമായി, മനസ്സിലായോ? അതൊന്നും വായിക്കാൻ പാടില്ല. കാരണം എന്താ? അത് പൈങ്കിളി പുസ്തകങ്ങളാണ്. അതൊക്കെ ബിസ്മിയിലിട്ട് വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റുമോ? ഇല്ല. റബ്ബിന്റെ നാമം ഉച്ചരിച്ചിട്ട് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ വേണം വായിക്കാൻ. അതാണ് ഖുർആൻ പറഞ്ഞത്. ഭയങ്കര വാക്കാണ്. ഖുർആനിന്റെ ഓരോ വാക്കിന്റെയും ഉള്ളടക്കം ഭയങ്കരമാണ്. ഇഖ്റ, നീ വായിക്കണമെന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞത് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചതാകുന്ന റബ്ബിൻ്റെതാകുന്ന നാമത്തിൽ വായിക്കാൻ പറ്റുന്ന ഏതെല്ലാം പുസ്തകങ്ങളുണ്ടോ അതെല്ലാം തന്നെ നീ വായിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അതിൽ ഖുർആനുണ്ട്, ഹദീസുണ്ട്, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്, തഫാസീറുകളുണ്ട്, ഏതെല്ലാം മഹാന്മാരുടെ ചരിതങ്ങളുണ്ടോ ആ ചരിതങ്ങളെല്ലാം ഉണ്ട്. ഭൗതികമാകുന്ന അറിവുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാ
അറിവുകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആത്മീയവും ഭൗതികവുപരമാകുന്ന അറിവുകൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ച് വായിക്കാൻ പറ്റുന്നത് ഏതെല്ലാം ഉണ്ടോ അതെല്ലാം വായിച്ചിട്ട് അതെല്ലാം നീ വായിച്ച് മനസ്സിലാക്കണം, അറിവ് സമ്പാദിക്കണം. മറ്റൊരു കാര്യം കൂടി ഈ ആയത്തിലൂടെ മനസ്സിലാക്കി തരുന്നു. ബിസ്മി ചൊല്ലിയിട്ട് വേണം എപ്പോഴും എന്ത് തുടങ്ങാൻ? വായന തുടങ്ങാൻ എന്നുകൂടി ഇതിന്റെ മഫ്ഹൂമായി ഉലമാക്കൾ പറയാം. എന്ത് വായിച്ചാലും നമ്മൾ എന്ത് തുടങ്ങണം? ബിസ്മി വേണം. അല്ലെ തന്നെ മോമിനായ മനുഷ്യന്റെ എന്ത് കാര്യത്തിലും എന്ത് വേണമല്ലോ? ബിസ്മി വേണമല്ലോ. മല്ലം യബ്ദഅ ബിസ്മില്ലാഹി ഫഹുവ അഖ്തഉ ഫഹുവ അബ്തറു. ബിസ്മി ചൊല്ലാതെയാണ് ഒരു വ്യക്തി ഒരു കാര്യം തുടങ്ങുന്നത് എങ്കിൽ അത് ബറക്കത്തില്ലാത്ത കാര്യമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ബിസ്മി ചൊല്ലാതെയാണ് ഒരു കാര്യം തുടങ്ങുന്നത് എങ്കിൽ അതിൽ ബറക്കത്തുണ്ടാവില്ല. എല്ലാ കാര്യവും അങ്ങനെയാണ്. മോമിനായ മനുഷ്യൻ തുടങ്ങുന്നത് എന്തും നന്മയായിരിക്കും. അവന്റെ എല്ലാ കാര്യത്തിനും തുടക്കത്തിൽ എന്ത് വേണം? ബിസ്മി വേണം. ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല ബിസ്മി, മനസ്സിലാക്കണം. ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പലരും അത് മറന്നുപോകുന്നു എന്നുള്ളത് മറ്റൊരു വാസ്തവം. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പഠിക്കുന്ന സന്ദർഭത്തിൽ എപ്പോഴും ബിസ്മി വേണം. അപ്പോഴേ മനസ്സിലതങ്ങ് ഹിഫ്ള് ചെയ്യുള്ളൂ. എൻ്റെ മകൻ SSLC പരീക്ഷ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്, PSCക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. നിന്റെ പ്രിയപ്പെട്ട മകനോ മകളോ പഠിക്കുമ്പോൾ ബിസ്മി കറക്റ്റായിട്ട് ചെല്ലുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കിബിലയ്ക്ക് നേരെ അഭിമുഖമായിരിക്കണം. അതിലൊക്കെ വലിയ നേട്ടാൻ. ഒളുവോടുകൂടിയിരിക്കണം. വലിയ പഠിക്കുന്നതിൽ ഹിഫ്ള് ചെയ്യാനും മനഃപ്പാടമാക്കാനും ഒക്കെ വലിയ ഉപകരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മി തരണം. അഊദും ബിസ്മി അനിവാര്യമാണ് എന്ത് പഠിച്ചാലും. അപ്പൊ റബ്ബിന്റെ നാമം ഉച്ചരിച്ചിട്ട് വായിക്കാൻ പറ്റുന്നത് വേണം പഠിക്കാൻ എന്നാണ് വിശുദ്ധമായ ഖുർആൻ. ആ ബക്കറ്റ് വരുമെന്ന് കൊണ്ടുവന്നോളി. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു സദഖ. അള്ളാഹു നമ്മുടെ സദഖയെ സ്വീകരിക്കട്ടെ. ഒരുപാട് നീട്ടൂല, കുറച്ചു നേരം, ഒരു 15 മിനിറ്റ് കൂടെ ഇരിക്കൂലേ? ഇരിക്കത്തില്ലേ? രക്ഷപ്പെട്ട് വേഗം പോകാലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇരിക്കൂലേ എല്ലാവരും? വേഗം നിർത്താന്നേ, സമയം ഒരുപാടാണ്. നേരത്തെ ഉറങ്ങിയ രാവിലെ വന്ന് ചീരണി വാങ്ങാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ബക്കറ്റ് ഒന്ന് ഓടിച്ച് ബക്കറ്റ് കൊണ്ട് പോയാ ആരും ഇല്ലേ? അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് നമുക്കൊരു ദഅവാ കോളേജ് തുടങ്ങണം. മഹനീയമായ നല്ല നീയത്തിൽ ഇൻഷാ അല്ലാഹ് അതിലേക്ക് സംഭാവന നൽകണം. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ കൊടുക്കുന്ന സംഭാവന അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് 30,000 രൂപയാണ് ഇൻഷാ അല്ലാഹ് ചെലവുള്ളത്. ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് 30,000. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് കഴിയുന്നവരൊക്കെ നമ്മുടെ വാലണ്ടിയേഴ്സ് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ പേര് കൊടുത്താൽ നമുക്ക് റാഹത്താവും. അപ്പോൾ അത്രയും നേരം വഅദ് പറയാം, വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് സംവദിക്കാം. ഈ സദസ്സിൽ അത്തരത്തിലുള്ള ആളുകളുണ്ട്, നല്ല നല്ല വ്യക്തിത്വങ്ങൾ ഇൻഷാ അല്ലാഹ് ഉണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 30,000 രൂപ വെച്ച് ഇൻഷാ അല്ലാഹ് കഴിയുന്ന സഹോദര സഹോദരിമാർ അതിന് സന്നദ്ധരാകണം. ഇനി ഒരു വർഷത്തേക്ക് ഞങ്ങൾക്ക് സാധിക്കില്ല, അരവർഷത്തേക്ക് ഇൻഷാ അല്ലാഹ് കൊടുത്തോളം ഒരു 15,000 രൂപ ഒരു കുട്ടിയുടെ ചെലവ് ഏക്കാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നിയ്യത്തുള്ളവർ ഇൻഷാ അല്ലാഹ് അതിന് തയ്യാറാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ അറിവ് എന്ന വിഷയം സംസാരിക്കുന്നത് തന്നെ, മനസ്സിലാക്കണം. നമ്മൾ തുടങ്ങി വെച്ചത് ഏതാ? മതത്തിന്റെ ഏറ്റവും അടിസ്ഥാനം അറിവാണ് എന്ന വിഷയമാണ് നമ്മൾ തുടങ്ങി വെച്ചതാണ്. അതാണ് എൻ്റെ ടോപ്പിക്ക്, വിഷയം അതാണ്. അതിനാണ് ഞാൻ ഓരോ പ്രവാചകന്മാരുടെയും പറഞ്ഞു വരുന്നത്. ആദം നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി അലൈഹിസ്സലാം. അവരുടെയൊക്കെ ചരിത്രം പറയുന്നതിനാണ്. ഇവരൊക്കെ ഈ ലോകത്തേക്ക് വന്നത് എന്തിനാ? ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി, അറിവ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി. ദീൻ അടിസ്ഥാനമാണ്, അറിവ് ജനങ്ങളിൽ കിട്ടണം, അത് അടിസ്ഥാനമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ അതിൽ ഭാഗമാക്കാകണം. വാലണ്ടിയേഴ്സ് വരുന്നുണ്ട്, അവരുടെ പേര് കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കും, ഞാൻ ഒരുപാട് നീട്ടൂല, നമുക്ക് കുറച്ചു നേരം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ.
ശ്രദ്ധിക്കണേ നിങ്ങൾ. അവ ബഹുമാനപ്പെട്ടതാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരെ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു കൽപ്പിച്ചു, ഈ അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടി തങ്ങളും പരിശ്രമിക്കണം. അതിന് ഏറ്റവും വലിയ സൂചികയാണ് ഇഖ്റ, തങ്ങൾ വായിക്കണം. പരിശുദ്ധ പ്രവാചകർ അതുകൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആൻ ഇറക്കി തന്നാൽ ഉടനെ ആയത്ത് തീരുന്നതിന് മുമ്പായി പരിശുദ്ധ പ്രവാചകർ വേഗം തന്നെ ഓതി നോക്കും, കൂടെ ഓതും, ധൃതി കാണിക്കും ഹിഫ്ളാക്കാൻ വേണ്ടി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തങ്ങൾ അങ്ങനെ ധൃതി കാണിക്കണ്ട. സൂറത്തുൽ ഖിയാമ, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന ثم إن علينا بيانا ثم إن علينا بيانا. ഓ നബിയെ, തങ്ങൾ തങ്ങളുടെ നാവിനെ ധൃതിയായി ചലിപ്പിക്കേണ്ട റസൂലേ. ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. വിശുദ്ധമായ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി തീരുന്നതിന് മുമ്പ് തങ്ങൾ വേഗം തന്നെ ഓതി തങ്ങളുടെ നാവിനെ ചലിപ്പിക്കേണ്ട റസൂലേ. എന്തുകൊണ്ടാണ്? ഇന്ന അലൈനാ ജംഅഹു വഖുർആന ഫഇദാ ഖറഅനാഹു ഫത്തബിഅ ഖുർആന. ഈ വിശുദ്ധമായ ഖുർആനിനെ അതിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അതിന്റെ ആയത്തുകളെ ക്രോഡീകരിച്ച് തങ്ങൾക്ക് നൽകൽ നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. നാം അതിനെ നൽകുക തന്നെ ചെയ്യും റസൂലേ. തങ്ങൾ ഒരിക്കലും ധൃതി കാണിക്കണ്ട റസൂലേ. തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം ഓതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഫത്തബിഅ ഖുർആന, ആ ഖുർആനിന്റെ വചനങ്ങളെ ശേഷമൊന്ന് തുടർത്തി ഓതിയാൽ മതി റസൂലേ. തങ്ങൾക്ക് ഹിഫ്ളാക്കി തരൽ നമ്മുടെ മേൽ ബാധ്യതയാണ് ഹബീബേ. കാരണം ഈ നബിയാണ് ഈ ലോകത്തേക്ക് ഈ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് തങ്ങൾ ധൃതി കാണിക്കണ്ട, തങ്ങളുടെ ഹൃദയത്തിൽ ഇത് ഉറപ്പിച്ചു തരൽ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു പറയാ. പക്ഷെ തങ്ങൾ എന്തും ചോദിക്കണം, അള്ളാഹു എനിക്ക് അധികമായി ഇൽമ താ എന്ന് ചോദിക്കണം. അത് എന്തായാലും ചോദിക്കണം. 111 ആയത്ത് മുതൽ 113 ആയത്ത് വരെ സൂറത്തു ത്വാഹായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയടിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിച്ചത്. ഒന്നാമത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ, അഥവാ 113 ആയത്ത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചിട്ട് ത്വാഹ എന്ന് തുടങ്ങി 113 ആയത്ത് വരെ ഒറ്റ പ്രാവശ്യം ഒറ്റയടിക്ക് ഇറക്കി കൊടുത്ത ആയത്തുകളാണ്. എന്നിട്ട് 114 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ദാ കേട്ടോ, ഇതാണ് ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആൻ من قبل أن يقضى إليك وحيه وقل رب زدني علما وقل رب زدني علما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോട് പറയുകയാണ്, നബിയേ നബിയേ, തങ്ങൾ അധികമായി ചോദിക്കേണ്ടത് റബ്ബി സിദ്നി ഇൽമാ, എനിക്ക് അധികമായി വിജ്ഞാനത്തെ അറിയിച്ചു തരണേ അല്ലാ, പഠിപ്പിച്ചു നൽകണേ അല്ലാ. ആരോടാണിത് കൽപ്പിക്കുന്നത് പ്രിയമുള്ളവരെ? ആരോടാണിത് പറയുന്നത് പ്രിയമുള്ളവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരെ പറയുകയാണ്, നബിയേ നബിയേ, തങ്ങൾ എന്നോട് ചോദിക്കണേ, റബ്ബി സിദ്നി ഇൽമാ, അറിവിനെ എനിക്ക് അധികരിപ്പിച്ച് നൽകണേ അല്ലാ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ് അല്ലാഹുമ്മ റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ,
അല്ലാഹുവേ നാഫിയായ ഇൽമിനെ, പ്രയോജനപ്രദമുള്ളതാകുന്ന അറിവിനെ എനിക്ക് നീ അധികരിപ്പിക്കണേ അല്ലാഹ്. വഅമലൻ മുതഖബ്ബലാ, സ്വീകാര്യപ്രദമാകുന്ന അമലിന് എനിക്ക് സൗഭാഗ്യം ചെയ്യണേ അല്ലാഹ്. വരിസഖൻ ഹലാലാ, അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെയുള്ള വിഭവങ്ങളെ എനിക്ക് നീ അധികരിപ്പിക്കണേ അല്ലാഹ്. വഉംറൻ ഫീ ത്വാഅതിക ത്വീലാ, നിന്റെ മാർഗത്തിലായി നിന്റെ സംതൃപ്തിയിലായി എനിക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഇത് പരിശുദ്ധ പ്രവാചകന്റെ ദുആ ആയിരുന്നു എന്ന് സ്വഹാബത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മാ ഉമിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിശൈഇൻ ബിസിയാദത്തിൻ ഇല്ലാ വൽ ഇൽമു, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികമായി ചോദിക്കാൻ വേണ്ടി ലോകത്ത് ഒരു വസ്തുവും പരിശുദ്ധ പ്രവാചകരോട് കൽപ്പിച്ചിരുന്നില്ല. വിജ്ഞാനമല്ലാതെ, അറിവല്ലാതെ മറ്റൊന്നും പരിശുദ്ധ പ്രവാചകരോട് അധികമായി തേടാൻ അല്ലാഹു കൽപ്പിച്ചിരുന്നില്ല. ഏറ്റവും കൂടുതൽ പരിശുദ്ധ പ്രവാചകൻ തേടിയിരുന്നതും അധികമായി തന്റെ സമൂഹത്തോട് വെച്ചുകൊണ്ട് പരിശുദ്ധ പ്രവാചകൻ അധികമായി തേടിയിരുന്നതും റബ്ബി സിദ്നി ഇൽമൻ നാഫിഅ, പ്രയോജനപ്രദമായ അറിവിനെ എനിക്ക് നീ നൽകണേ അല്ലാഹ്. ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിക്കേണ്ട കാര്യമാണ്. മാണിക്കോത്ത് നിന്ന് വന്ന സമീറിനെ കാത്ത് ഭാര്യയും മക്കളും 2 മണിക്കൂറായി മക്കാമിൻ്റെ അടുത്ത് കാത്തു നിൽക്കുന്നു. വളരെ വിഷമത്തിലാണ് അവർ നിൽക്കുന്നത്. മാണിക്കോത്ത് നിന്ന് വന്ന സമീർ എന്ന സഹോദരനെ കാത്ത് ഭാര്യയും മക്കളും 2 മണിക്കൂറുകളായി മക്കാമിനടുത്ത് നിൽക്കുന്നുണ്ട്. നമ്മുടെ പള്ളിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ശബ്ദം ശ്രവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സമീർ എന്ന സഹോദരൻ, മാണിക്കോത്ത് നിന്ന് വന്ന സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും നമ്മുടെ പള്ളിയുടെ പരിസരത്തുണ്ട്. എത്രയും വേഗം ഇൻഷാ അല്ലാഹ് അവിടെ എത്തണം. അവരെന്തായാലും വിഷമിക്കണ്ട, മാണിക്കോത്ത് ഇവിടെ അടുത്തല്ലേ. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്യും. ഉമർ സാഹിബിനൊക്കെ കാർ ഇഷ്ടം പോലെ ഇരിക്കുക, അതൊന്നും വിഷമമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിഷമിക്കണ്ട, അടുത്ത് തന്നെ അല്ലേ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. കണ്ടോ, അപ്പൊ ഇൽമിനെ തേടാനാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരെ കൽപ്പിച്ചത്. ഇവിടെ ശ്രദ്ധിക്കണം. ആരോട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ ഏറ്റവും അറിവുള്ള വ്യക്തിത്വം. എന്നിട്ട് ആ പരിശുദ്ധ പ്രവാചകരോട് പറയുന്നു, നബി തങ്ങളെ ചോദിക്കണം, റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ എനിക്ക് നാഫിയായ ഇൽമിനെ, പ്രയോജനപ്രദമാകുന്ന അറിവിനെ എനിക്ക് നീ സമ്മാനിക്കണേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ, പ്രയോജനപ്രദമല്ലാത്ത അമലുകളെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു اللهم إني أعوذ بك من علم لا ينفع, പ്രയോജനപ്രദമില്ലാത്ത അറിവിനെ തൊട്ട്, എനിക്കൊരു ഉപകാരവുമില്ലാത്ത അറിവിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. വമിന ഖൽബിൻ ലാ യഖ്ശഅ, നിന്നെ ഭയക്കാത്ത, നിന്നെ പേടിക്കാത്തതാകുന്ന ഹൃദയത്തെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ആണ്, നിന്നെ പേടിക്കാത്ത ഹൃദയത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്യണം സയ്യിദുനാ റസൂലുള്ളാഹി. അറിവ്, നാഫിയായ അറിവ് എനിക്ക് ലഭിക്കുന്നില്ല, അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ടാണ് നാഫിയായ ഇൽമെനിക്ക് നീ നൽകണേ അല്ലാഹ്, പ്രയോജനപ്രദമല്ലാത്ത അറിവ് എനിക്ക് നീ നൽകരുത്, അതിനെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു ഹബീബ് റസൂലുള്ളാഹി. പ്രയോജനപ്രദമാകുന്ന അറിവ് കിട്ടണം. നമ്മളൊരു അറിവ് പഠിച്ചാൽ അതുകൊണ്ട് ദുനിയാവിലോ ആഖിറത്തിലോ നമുക്കതുകൊണ്ട് നേട്ടമുണ്ടാവണം. ഇല്ലെങ്കിൽ അറിവ് കൊണ്ട് കാര്യമില്ലെങ്കിൽ അത് പഠിക്കാൻ തുനിയണ്ട.
യാതൊരു കാര്യമില്ല. ഒന്നില്ലേ ദുനിയാവിലേക്ക് അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് മുതൽക്കൂട്ടാവണം. രണ്ടാലൊരു കാര്യത്തിന് പറ്റുന്നതാകുന്ന വിദ്യാഭ്യാസം നീ പഠിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ബഹുമാനപ്പെട്ട ശൈഖുനാ മർഹൂം തഴവ ഉസ്താദ് അവറുകൾ അവിടെ നൽ മവാഹിബുൽ ജലിയയിലൂടെ ലോകരെ പഠിപ്പിക്കുകയാണ്. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിൻ്റെ ബ്രേക്കടോ. ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമാണ് ദഅവാ കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഭൗതികമാകുന്ന അറിവിൻ്റെ കലാലയങ്ങൾ. പക്ഷെ അതോടൊപ്പം എന്തുകൂടി വേണം? ആത്മീയത കൂടി വേണം. അതിനാണ് നമ്മൾ ദഅവാ കോളേജ് വെച്ചിരിക്കുന്നത്. രണ്ടും വേണം. ആത്മീയ വിദ്യയാണ് അതിൻ്റെ ബ്രേക്കടോ. നമ്മുടെ മക്കൾക്ക് ഭൗതികം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എന്തുകൂടി വേണം? ആത്മീയത വേണം. ഒരാൾ കാർ ഓടിച്ചു പോകുന്നു, ആക്സിലേറ്റർ മാത്രമാണ് എങ്കിൽ അയാൾ അപകടത്തിൽപ്പെടും. ഒരു വണ്ടി എടുക്കുന്നവൻ ആദ്യം കയറിയിട്ട് ഒന്ന് നോക്കും, ബ്രേക്ക് ഉണ്ടോ എന്ന് നോക്കും, വേറൊന്നും നോക്കില്ലേ. കാരണം ഇല്ലെങ്കിൽ നേരം വിളിക്കുമ്പോൾ മയ്യത്ത് നിസ്കരിക്കേണ്ടി വരും. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യും? ബ്രേക്ക് ഉണ്ടോ നോക്കും. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അവൻ എന്ത് ചെയ്യും? വണ്ടി ഒന്ന് സ്ലോ ആക്കുമ്പോഴേ എങ്ങോട്ട് കൊണ്ടുപോകും? കാലാദ്യം ആക്സിലേറ്ററിനെ എടുത്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകും? ബ്രേക്കിലോട്ട് കൊണ്ടുപോകും. അതാണ് തഴവസ്ഥാനിൻ്റെ ആ വരിയിൽ വലിയൊരു മൂജസായ കലാമാണ്. ചെറിയ വാക്കും വിശാലമായ അർത്ഥവുമാണ്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഇട്ട് വേണം കൊണ്ടുപോകാൻ. നീ എത്ര വിദ്യാഭ്യാസം ഭൗതികത്തിൽ ഉയർന്നാലും നിന്റെ ആത്മീയത വിട്ടുപോകാൻ പാടില്ല. 5 നേരം നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ബ്രേക്ക് വരണം, ബ്രേക്കിലേക്ക് കാല് വരണം, നിസ്കാരം കറക്റ്റ് ആവണം. നോമ്പ്, റമദാനിൽ സുന്നത്തായ നോമ്പുകൾ, ഇബാദത്തുകൾ, പാപങ്ങളുടെ കണ്ണീരൊപ്പുന്ന വിഷയം, നിരാലംബർക്ക് അവലംബമാകുന്ന വിഷയം, ഏതെല്ലാം നന്മയാർന്ന പ്രവർത്തനങ്ങളുണ്ടോ അവിടെയൊക്കെ നീ ആ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിട്ട് ബ്രേക്കിലേക്ക് വരണം, ആത്മീയതയിലേക്ക് നീ വരണം. ഇല്ലെങ്കിൽ അപകടമാണ്. ആത്മീയാണ് അതിൻ്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണ് അതിൻ്റെ ബ്രേക്കടോ. തഴവസ്ഥ ഭയങ്കര വരികളാണ്. രണ്ടും വേണം നമുക്ക്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, റബ്ബി സിദ്നി ഇൽമൻ നാഫിആ, പ്രയോജനപ്രദമുള്ള അറിവിനെ എനിക്ക് നീ പഠിപ്പിച്ചു നൽകണേ അല്ലാഹ്. എത്രയുണ്ട് അറിവ് ഈ ലോകത്ത്? എത്രയാ അല്ലാഹു നൽകിയിരിക്കുന്ന അറിവ്? എത്രയാ? വളരെ കുറഞ്ഞതേ ഉള്ളൂ. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന അറിവ് വളരെ കുറവ് മാത്രമാണ്. ഒരു സമുദ്രത്തിലേക്ക് നിങ്ങൾ ഒരു സൂചിയിട്ടാൽ ആ സൂചിയുടേതാകുന്ന അറ്റത്ത് എത്രമാത്രമാണോ ചെറിയ രീതിക്ക് വെള്ളം വന്നിന്റെ അംശം വന്ന് ചേരുന്നത്, അത്രമാത്രം അറിവാണ് അല്ലാഹുവിന്റെ അറിവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ലഭിക്കുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ലോകത്ത് അല്ലാഹു നൽകിയിരിക്കുന്ന അറിവ് അത്രയുള്ളൂ. വിശാലമാകുന്ന ജലാശയത്തിലേക്ക് ഒരു ചെറിയ സൂചി ഇട്ടു, ആ സൂചി ഇങ്ങനെ ഉയർത്തുമ്പോൾ അതിൽ നിന്ന് ഉറ്റി വീഴുന്നതാകുന്ന ചെറിയ കണിക ഇത്രയുണ്ട്. അത്രയുള്ളൂ ലോകർക്ക് മുഴുവൻ അള്ളാഹു നൽകിയ അറിവ്. ആ അറിവ് സമ്പാദിക്കാനാണ് അള്ളാഹു പറയുന്നത്. അതിങ്ങനെ അധികമായി ചോദിക്കണം. അതിന് പ്രായമില്ല. ഞാൻ 30, 50, 60 ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തോ പഠിക്കാനാണ്, അങ്ങനെയല്ല. എത്ര വലിയ പ്രായമുള്ളവനും ഇൽമിനെ ചോദിച്ചു കൊണ്ടിരിക്കണം, അറിവ് സമ്പാദിക്കണം. ഒരു ദിവസം ഒരായത്തിന്റെ അർത്ഥമെങ്കിലും നമ്മൾ പഠിച്ചിട്ട് പോകണം. ഒരു ദിവസം ഒരായത്തിന്റെ അർത്ഥമെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. പിന്നെ എന്ത് കാര്യം? ഇല്ലെങ്കിൽ പിന്നെ എന്തിനു കാര്യം? നേരം വെളുത്ത നാട്ടുകാരുടെ മുഴുവൻ കാനൂത്തിന് പോകാൻ നമുക്ക് സമയമുണ്ട്. രാവിലെയും പോവും, വൈകിട്ടും പോവും, പിറ്റേ ദിവസം പോവും, 3 നേരവും പോവും. 3 കാനൂത്ത് കഴിഞ്ഞാൽ 5ാമത്തെ കാനൂത്തുണ്ടെങ്കിൽ അവിടെയും പോവും, പള്ളം അറയ്ക്കും. ഇതിനൊക്കെ സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ഖുർആൻ പഠിക്കാൻ നമുക്ക് സമയമില്ല എങ്കിൽ പിന്നെ എന്ത് മോമിനാണ് നീ എന്ത് സത്യവിശ്വാസിയാണ്? അപ്പൊ നിനക്ക് ഖുർആനിനോടൊരു പ്രതിബദ്ധതയോ ഒരു കമ്മിറ്റ്മെന്റോ ഒരു താല്പര്യവും നിനക്കില്ല. നീ ഖുർആനിൽ നിന്ന് ഒളിച്ചോടുകയാ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മുസ്ലിം സമുദായത്തിൽ നിന്ന് ചില ആളുകൾ ഒളിച്ചോടുന്നു എന്നുള്ള വാർത്തയാണ് ഈ അടുത്തിടെ കടന്നു വരുന്നത്. എക്സ് മുസ്ലിമുകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഭയങ്കര വാർത്തയാണ് അല്ലേ?
24, 25 വയസ്സുള്ളതാകുന്ന ചെറുപ്പക്കാർ പോലും മതകലാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ പോലും ഞങ്ങൾക്കിടയിലേക്ക് വന്നു എന്ന് ചില ആളുകൾ അവകാശപ്പെടുകയാണ്. അവരുടെ കാര്യമൊന്നും പറയണ്ട. അവർ പഠിച്ച കലാലയത്തിൽ പോയി അന്വേഷിക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അവസാനം അത് ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നു. എന്താ കണ്ടുകൊണ്ടിരുന്നതെന്ന് പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നതിൻ്റെ പേരിൽ അവസാനം ഉസ്താദുമാർ പിടിച്ച് അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വിലക്കേർപ്പെടുത്തിയിരുന്നതാകുന്ന കലാലയത്തിൽ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം കണ്ടപ്പോൾ അവർ പിടിച്ച് ആ കലാലയത്തിൽ നിന്ന് പുറത്താക്കി. ആ പയ്യനാണ് പിന്നീട് ഡൽഹിയിൽ പോയി പഠിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ബിസ്മി ചൊല്ലി പഠിക്കേണ്ടതാകുന്ന കാര്യങ്ങൾ പഠിക്കാതെ വേറെ ചില പുസ്തകങ്ങൾ നിരീശ്വരവാദത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും പുസ്തകങ്ങളൊക്കെ വായിച്ച് പഠിച്ച അവസാനം അല്ല ഇല്ല എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് പുറത്തേക്ക് പോയി ഉസ്താദുമാരുടെ ഗുരുത്തക്കേട് മുഖേന. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നിട്ടിപ്പോൾ 12 വർഷം പഠിച്ചിറങ്ങിയതാകുന്ന കലാലയം പഠിച്ചിറങ്ങി അവിടുന്ന് ബിരുദം കൊടുത്തിട്ടില്ല. അവിടെ മൊബൈൽ ഫോൺ പിടിച്ചതിൻ്റെ പേരിൽ പുറത്താക്കിയതാണ്. എന്നിട്ട് പിന്നെ ആ കലാലയത്തിനെതിരെ പത്രസമ്മേളനം നടത്തിയിട്ട് സമൂഹത്തിൽ കടന്നുകൂടിയിരിക്കുകയാണ്. കേട്ടെ, ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ ചിലർ പറയും ഇസ്ലാമിൽ നിന്ന് അങ്ങനെ പോയി, അങ്ങനെ ആൾ പോയി, ഇങ്ങോട്ട് പോയി. ഇസ്ലാമിലേക്ക് വന്നത് എന്താ ഇവിടെ ചർച്ച ചെയ്യാത്തത്? 2 ആഴ്ച മുൻപല്ലേ ഇവിടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് തമിഴ്നാട്ടുകാരിയാകുന്ന മോട്ടിവേഷണൽ സ്പീക്കറാകുന്ന ശബരിമല എന്ന സ്ത്രീ ഇസ്ലാമിലേക്ക് വന്നത് എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങൾ ശ്രദ്ധിക്കാതെ പോയി? വിശുദ്ധമായ കാബയെ സാക്ഷി നിർത്തിക്കൊണ്ട് ലൈവ് വീഡിയോ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തേക്ക് ഉച്ചസ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള തൗഹീദിന്റെ മഹരീയമാകുന്ന ആശയത്തിലേക്ക് ഞാനിതാ കടന്നു വന്നിരിക്കുന്നു. ഏതൊരു പ്രത്യയശാസ്ത്രത്തിലാണ് നിലകൊണ്ടിരുന്നത്. ആ മോശപ്പെട്ടതാകുന്ന ശാസ്ത്രത്തിന്റെ ശാഖോപശാഖകൾ മുഴുവനും ഒഴിവാക്കി വിശുദ്ധ ഇസ്ലാമിൻ്റെതാകുന്ന തെരുനീളിലേക്ക് ഞാനിതാ കടന്നു വന്നു. ഞാൻ പരിശുദ്ധ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീവിയുടെ പേര് സ്വീകരിച്ച് ശബരിമല എന്ന പേര് ഒഴിവാക്കിക്കൊണ്ട് ഫാത്തിമ ബീവി എന്ന നാമധേയത്തിൽ ഞാനിതാ മുസ്ലിം ആയിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്തുകൊണ്ട് ആ പെണ്ണിന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല? അപ്പൊ ഇസ്ലാം മതത്തിലേക്ക് ഇവിടെ കൂലം കുത്തി ആളുകൾ ഒഴുകുന്നുണ്ട്. ഒരു ഭാഗത്ത് അത് ഈ സമൂഹം അറിയാതെ പോകരുത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലുള്ളതാകുന്ന തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന യുവാക്കളും യുവതികളും അത് ശ്രദ്ധിക്കാതെ പോകരുത്. മുസ്ലിമും ആകുന്നുണ്ട്, നമ്മൾ പഠിക്കാതെ പോയത് കൊണ്ടാണ്. ഇഷ്ടം പോലെ ആളുകൾ മുസ്ലിമായിട്ടുണ്ട്. കാരണം അതുകൊണ്ട് ഈ ദീൻ യഥാർത്ഥ ദീനാണ് എന്നും ഇത് പരിശുദ്ധമാണ് എന്നും ഇതിൽ കളങ്കമില്ല എന്നും അമുസ്ലിമീങ്ങളാകുന്ന സഹോദര സമുദായത്തിൽപ്പെട്ടവരോട് വരെ സ്നേഹത്തിൽ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി കഴിയണമെന്നും പഠിപ്പിച്ചതാകുന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം. നിന്റെ അയൽവാസിയാകുന്ന ജോസഫിന്റെയോ നാരായണന്റെയോ പ്രിയപ്പെട്ടതാകുന്ന കുട്ടികൾ വീട്ടിൽ കടന്നുകൊണ്ട് പാതിരാത്രി സമയത്ത് പൊട്ടിക്കരയുന്നതാകുന്ന കരച്ചിൽ നീ കേട്ടാല് ആ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ ചേർത്ത് പിടിച്ച് നിന്റെ വീട്ടിലുള്ളതാകുന്ന മാംസാഹാരമോ കറിയോ അതിൽ ചാറൽപ്പം കൂട്ടിയിട്ടാണെങ്കിലും ആ മക്കൾക്ക് പോയി വിരുന്നൂട്ടണമെന്ന് പഠിപ്പിച്ചതാകുന്ന പ്രത്യയ ശാസ്ത്രമാണ് വിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടല്ലേ പാറപ്പള്ളി മഖാമിലേക്ക് ഇന്നും 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സഹോദര സമുദായത്തിൽ ഹൈന്ദവ സമുദായത്തിലും ക്രൈസ്തവ സമുദായത്തിലും പെട്ട ആളുകൾ ഈ മസാറ് തേടിക്കൊണ്ട് മഹാനുഭാവന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ആളുകൾ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഇസ്ലാമിൻ്റെതാകുന്ന തേരോട്ടം, വിശുദ്ധ ഇസ്ലാം സംശുദ്ധമാണെന്നുള്ള തിരിച്ചറിവ് ഈ നാട്ടുകാർക്കുണ്ട്, ഈ സമൂഹത്തിനുമുണ്ട്, എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ട് ഇസ്ലാമിനെതിരെ കുതിര കയറുന്നു? അത് അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവസാന കാലഘട്ടമാകുമ്പോൾ ഒരു ഭക്ഷണത്തലികയിലേക്ക് ചുറ്റും നിന്നുകൊണ്ട് ആളുകൾ ആർത്തിയോടുകൂടി കൈയിട്ടുകൊണ്ട് കഴിക്കാൻ വേണ്ടി തുനിയുന്നത് പോലെ ഈ ഉമ്മത്തിന്റെ മേൽ ആക്രോശിച്ചുകൊണ്ട് ആളുകൾ ഒരുമിച്ച് കൂടും. ഈ അടുത്തിടെ നടന്ന പല വിവാദങ്ങളും അതിലേക്ക് തന്നെ സൂചികയാണ്. അതിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ളതാകുന്ന വാദഗതികൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് അവർ തന്നെ കുറ്റപ്പെടുത്തി ഈ സമൂഹത്തിനെയും സമുദായത്തിനെയും പണ്ഡിതന്മാരെ വരെ തേജോവധം ചെയ്യാൻ വേണ്ടി കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകൾ തന്നെ എഴുതിയിട്ടതും എന്തുകൊണ്ടാണ്? ഈ സമുദായത്തെ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞതുപോലെ പ്രതിക്കൂട്ടിലേക്ക് ആക്കാനുള്ള ഒരു ഭാഗം മാത്രമാണ്. അല്ലാതെ ആ പറഞ്ഞതാകുന്ന വർത്തമാനങ്ങളോ ശൈലികളോ അല്ലെങ്കിൽ ആ രൂപങ്ങളോ വിഷയങ്ങളോ ഒന്നും ദീനിൽപ്പെട്ടതല്ല എന്ന് ആരും പറയുന്നില്ല. എല്ലാവരും പറയുന്നുണ്ട് ദീനിൽപ്പെട്ടതാണ്. ആർക്കും ഒരു പ്രശ്നമല്ല. നമ്മൾ ദീൻ പഠിക്കാൻ തയ്യാറാകുന്നില്ല, അറിവ് നമ്മൾ സമ്പാദിക്കാൻ തയ്യാറാകുന്നില്ല, അറിവുള്ളവരെ ആദരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഇന്നത്തെ തലമുറ ഏത് വ്യക്തിയെയും തേജോവധം ചെയ്യാമെന്ന തലയിലേക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ തരംഗം എത്തിപ്പെട്ടിരിക്കുകയാണ്. ആരെയും ഏറിൽ നിർത്താം എന്നൊരവസ്ഥയിലേക്ക് എത്തി. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ.
അതുകൊണ്ട് എന്തു പറ്റി? ഈ സമുദായം എന്നും പ്രതിക്കൂട്ടില്ല. ഏത് രാത്രികളിലെ ചാനലിന്റെ ചർച്ച എടുത്ത് നോക്ക്, ഒന്നില്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരെ, അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദുമാരെ, അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ, തൊപ്പിയിട്ട ഒരു കാക്കായെ, അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയാകുന്ന ഏതൊരു വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ചല്ലാതെ ഒരു ചാനൽ ചർച്ചയും രാത്രിയിൽ അന്തിച്ചർച്ചയ്ക്ക് കുടപിടിക്കുന്നില്ല. ഇത് വാസ്തവമാണ്. യഥാർത്ഥത്തിൽ ദീൻ സംരക്ഷണമാണ്. വളരെ പവിത്രമായ മതം തന്നെയാണ്, എല്ലാവർക്കും അറിയാം. ഈ ദീൻ ലോകത്ത് മുഴുവൻ വിഭാവനം ചെയ്യുന്നത് സമ്പൂർണമായി സമാധാനമാണ്, ശാന്തിയുടേതാകുന്ന വിളക്കമാടമാണ് വിശുദ്ധ ഇസ്ലാം. എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതുകൊണ്ടല്ലേ ദീനിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നത്. വിശുദ്ധമായ ഖുർആനിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാകുന്ന മർമ ഡൂൽ പിക്താൾ എന്ന് പറയുന്ന വ്യക്തി 1876 വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം വിശദീകരിക്കുന്നുണ്ട്. ചരിത്രം നമ്മൾ പഠിക്കണം. ലോകത്ത് ആദ്യമായി വിശുദ്ധമായ ഖുർആനിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ്. എന്താ പേര്? മർമ ഡൂൽ പിക്താൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പേര് പറയാൻ പേടിയാണ്. കാരണം പെണ്ണുങ്ങൾ വേഗം പേന എടുത്ത് കുറിച്ചു വെക്കും. മകന് പേരിട്ട് കൊടുക്കാം, റാഹത്ത്. ഒരു പേരില്ലാതിരിക്കുമല്ലോ. ആരും ഇടാത്ത പേരാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? മക്കൾക്ക് ഇടുന്നത്. അതാണ് അവസ്ഥ. മർമ ഡൂൽ പിക്താൾ എന്നായിരുന്നു പേര്. അദ്ദേഹം 1876 ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. നമ്മൾ ചിന്തിക്കണം, എന്താ കാരണം? മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ ഒരു വലിയ വൃദ്ധൻ, പടുവൃദ്ധനായ ഒരു മനുഷ്യൻ, ആരോഗ്യ ദൃഢഗാത്രനാകുന്ന ഒരു ചെറുപ്പക്കാരനെ മർദ്ദിക്കുകയാണ്, ആഞ്ഞടിക്കുകയാണ്. ചെറുപ്പക്കാരന് കുറേ നേരമായി തല്ല് കിട്ടുന്നു, പൊതിരെ തല്ല് കിട്ടി. ചെറുപ്പക്കാരൻ ഏറ്റുവാങ്ങുന്നു. അദ്ദേഹം ഒന്ന് കൈ വീശിയാൽ ആ കൈ വീശുന്നതിന്റെ കാറ്റ് മതി ഈ വലിയ പ്രായമുള്ള മനുഷ്യൻ നിലത്ത് വീഴാൻ. അത്രയേറെ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. പക്ഷെ ഈ പ്രായം ചെന്ന മനുഷ്യന്റെ അടി മുഴുവനും എരന്ന് വാങ്ങുന്നു, ഏറ്റുവാങ്ങുന്നു. വൈകുന്നേര സമയമാണ്, ആളുകൾ കൂടി നിൽപ്പുണ്ട്. അവസാനം അവശനായി അടിച്ചതാകുന്ന വയോവൃദ്ധൻ അടിയെല്ലാം കൊടുത്ത് ക്ഷീണിതനായ അദ്ദേഹം ഒരു ഭാഗത്തിരിക്കുമ്പോൾ ഈ മനുഷ്യൻ നേരെ ചെന്നുകൊണ്ട് ചോദിച്ചു, മർമ ഡൂൽ പിക്താൾ എന്ന അമുസ്ലിമായ സഹോദരൻ ആ ചെറുപ്പക്കാരന്റെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, നിനക്കൊന്ന് ഇദ്ദേഹത്തെ ഒന്ന് പെരുമാറിക്കൂടായിരുന്നു? തിരിച്ചൊന്ന് അടിച്ചുകൂടെ? അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് പിടിച്ച് തള്ളിയാ പോരെ? അദ്ദേഹം ഇത്രയും അടി തരുന്നത് വരെ നീ എന്തിനാ പരിപൂർണമായി അത് ഏറ്റുവാങ്ങാൻ വേണ്ടി നിലകൊണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. സഹോദരങ്ങളെ വളരെ ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ദീൻ അതിനെ പഠിപ്പിച്ചിട്ടില്ല, ഞാനൊരു മുസ്ലിമാണ്, മുസ്ലിം സഹോദരനാണ്. അദ്ദേഹത്തിൽ നിന്ന് ഒരല്പം പൈസ ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്. ആ കടം വാങ്ങിയ പൈസ അതിൻ്റെ അവധി എത്തിയിട്ടും തിരിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹം എന്നെ തല്ലിയത്. കാരണമുണ്ട്. പ്രായമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ ചെറുപ്പക്കാരനായ വ്യക്തിയാണ്. എൻ്റെ പ്രവാചകൻ പറഞ്ഞ ഒരു വചനമാണ് അതിൻ്റെ കാരണം. ഞാൻ തിരിച്ചു തല്ലാത്തതിൻ്റെ മല്ലം യർഹം സഗീറന വലം യുവഖിർ കബീറന ഫലൈസ മിന്നാ ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ, മുതിർന്നവരോട് ബഹുമാനിക്കാത്തവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനമുണ്ട്. ആ ഒരൊറ്റ വചനത്തെ മുൻനിർത്തിയിട്ടാണ് ഞാൻ ആ മനുഷ്യനെ തല്ലാതിരുന്നത്, അല്ലെങ്കിൽ പിടിച്ച് പുറകോട്ട് മാറ്റാതിരുന്നത് എന്ന് ഈ ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യൻ പറഞ്ഞതിൻ്റെ ഒരൊറ്റ കാരണത്താൽ ആ ഹദീസ് പഠിക്കാൻ തുനിഞ്ഞു മർമ ഡൂൽ പിക്താൾ എന്ന മനുഷ്യൻ. ഹദീസ് പഠിച്ചു, അതിന്റെ ആശയം മനസ്സിലാക്കി. വിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് വിശാലമാകുന്ന മതങ്ങളെ ഉൾക്കൊള്ളുന്ന, വിശാലമാകുന്ന സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നതാകുന്ന മഹനീയമാകുന്ന ഒരു ആദർശമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വിശുദ്ധമായ ഖുർആൻ അദ്ദേഹം പഠിക്കാൻ തുനിഞ്ഞു. അവസാനം ഖുർആൻ പഠിച്ച് ലോകത്താദ്യമായി അദ്ദേഹം ഖുർആൻ വ്യാഖ്യാനമാകുന്ന ഗ്രന്ഥം അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. മർമ ഡൂൽ പിക്താൾ എന്ന മനുഷ്യൻ മുസ്ലിമായി അദ്ദേഹം. സഹോദരങ്ങളെ, ആ ഒരൊറ്റ പ്രശ്നത്തിന്റെ പേരിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം.